ഹലോ മച്ചന്മാരെ, ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. 2025 അവാർഡുകൾ വാടിക്കൂട്ടാൻ മമ്മൂക്കയുടെ 2024 ഭ്രമയുഗം എന്ന ചിത്രം ഇക്കുറി മത്സരിക്കുന്നത് സംസ്ഥാന അവാർഡിനാണ്. കഴിഞ്ഞ 3 വർഷവും മികച്ച നടന് വേണ്ടിയിട്ട് ഒരു സൈഡിലുണ്ടായിരുന്നത് മമ്മൂക്ക തന്നെയാണ്. മറ്റ് സൈഡുകളിൽ പലരും വന്നു പോകുന്നു. 2022 മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചപ്പോൾ 2023 അവാർഡുകൾ 24 പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മികച്ച സിനിമയ്ക്കുള്ളത് കിട്ടി. മികച്ച നടനുള്ള ആ ഒരു കാറ്റഗറിയിൽ മമ്മൂട്ടി മത്സരിച്ചത് പൃഥ്വിരാജുമായിട്ടായിരുന്നു. അതായത് കാതൽ തകോറും ഒപ്പം മത്സരിച്ചത് ആടുജീവിതവുമായിരുന്നു. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു. വീണ്ടും ഒരു വർഷവും കൂടെ കടന്നു പോകുമ്പോൾ 2024 റിലീസുകൾക്ക് ഇന്ന് 2025 നോമിനേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെയും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. അതായത് സ്ഥിരമായി ഒരു സൈഡിൽ മമ്മൂട്ടി, മറ്റ് സൈഡിൽ പലരും മാറുന്നു അല്ലെങ്കിൽ മാറി മറിയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇക്കുറി മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും സംസ്ഥാന അവാർഡ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാഷണൽ അവാർഡും കാറ്റഗറിയിലും മമ്മൂട്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് യാതൊരു പ്രതീക്ഷയുമില്ല, അതിനെക്കുറിച്ച് ചർച്ചയുമില്ല. ഇവിടെ സംസ്ഥാന അവാർഡിലേക്ക് വീണ്ടും മമ്മൂട്ടി വരുമ്പോൾ അടുത്ത വർഷവും മമ്മൂട്ടിയിൽ നിന്ന് ഇതേ കാറ്റഗറിയിൽ ഒരു സൈഡിൽ മമ്മൂട്ടി ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. കളങ്കാവൽ എന്ന ചിത്രമാണ് അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത്. അങ്ങനെ തുടരെ കഴിഞ്ഞ 3 വർഷവും അടുത്ത് വരാൻ പോകുന്ന വർഷവും ഒരു സൈഡിൽ മികച്ച നടന് വേണ്ടി മത്സരിക്കാൻ മമ്മൂട്ടി ഉണ്ടാകും. അതിനകത്തിൽ ഇടവിട്ട വർഷങ്ങളിൽ 2022 മികച്ച നടനായി, 2024 മമ്മൂട്ടി തന്നെയായിരിക്കും മികച്ച നടൻ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. കാരണം കട്ടയ്ക്ക് നിൽക്കാൻ വേറെ ഒരു സിനിമയും അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെയും നമ്മളുടെ മനസ്സിൽ പോലും തോന്നുന്നില്ല. അതാണ് ഭ്രമയുഗത്തിലെ ചാത്തൻ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അക്ഷരാർത്ഥത്തിൽ ചാത്തൻ നമ്മളെ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് സിനിമയ്ക്കായിരിക്കാം മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിക്കുക, മികച്ച നടൻ ആരായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. 2026 അവാർഡ് വരുമ്പോഴും നമ്മളുടെ ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാവും. അത് മമ്മൂട്ടിയുടെ കളംകാവൽ തന്നെയായിരിക്കും. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തണം. താങ്ക് യു ബ്രോസ്.